എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ അതായത് എല്ലാ ചമ്മന്തികളും ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. അതായത് ബീട്രൂട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ബീട്രൂട്ടൊക്കെ നല്ല ഫ്രഷ് ആയി കിട്ടുന്ന സമയമല്ലേ, അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നല്ല ഫ്രഷ് ആയി ബീട്രൂട്ട് വെച്ചിട്ട് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ചെറിയ ബീട്രൂട്ട്, വളരെ ചെറിയൊരു കഷ്ണം ബീട്രൂട്ട്, അല്ലെങ്കിൽ വളരെ ചെറിയൊരു ബീട്രൂട്ട് കേട്ടോ. പിന്നെ ഒരു 8-10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 ഇതൾ കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുളിക്ക് ആവശ്യമായിട്ട് വളരെ കുറച്ച് പുളി, ഒരു നുള്ളു പുളിയാണ് എടുത്തിരിക്കുന്നത്. അത് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്, തേങ്ങ ചിരവിതെടുത്തിട്ടുണ്ട്. ഇനി എരിവിന് ആവശ്യമായി പച്ചമുളക്, അത് 2 എണ്ണം വേണമെങ്കിൽ 2 എണ്ണം ചേർക്കാം, അല്ലെങ്കിൽ 3 എണ്ണം വേണമെങ്കിൽ 3 എണ്ണം ചേർക്കാം കേട്ടോ. അത് എരിവ് ഓരോരുത്തർക്കും ആവശ്യമുള്ളതിനനുസരിച്ച്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ ചമ്മന്തി തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ മിക്സിയുടേതായി ഈ ചെറിയ ജാറിലേക്ക് നമുക്ക് ഇതിന് ബീട്രൂട്ട് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആദ്യം ബീട്രൂട്ട് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം, പിന്നെ ഉള്ളി ചേർത്ത് കൊടുക്കാം, അത് ഓരോന്നും ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി വെള്ളമൊന്നും ചേർക്കാതെ നന്നായി ഒന്നങ്ങോട്ട് ഇതാക്കിയെടുത്താൽ മതി കേട്ടോ. നന്നായി ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഒരുപാട് വെള്ളമൊഴിച്ച് അങ്ങനെ ഉണ്ടാക്കേണ്ട ചമ്മന്തിയല്ല കേട്ടോ അത്. അപ്പോൾ ആദ്യം തന്നെ എല്ലാം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിന് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നന്നായിട്ട് മിക്സിയിൽ ഒന്ന് ഇതാക്കി എടുക്കാം കേട്ടോ. ഇതിൽ വെള്ളം ഒട്ടും ചേർക്കാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മിക്സിയുടെ ചെറിയ ജാറിൽ തന്നെ അരച്ചെടുക്കുക കേട്ടോ, ഏറ്റവും എളുപ്പമായിട്ട് വരും. അതാണ് നന്നായിട്ട് അരഞ്ഞ് കിട്ടുക നമുക്ക്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് 2 പ്രാവശ്യം ഒന്ന് തിരിച്ചെടുത്താൽ മതി കേട്ടോ. നമുക്ക് ഒരുപാട് എടുക്കേണ്ട ആവശ്യമില്ല. വേണ്ടോ, ഇപ്പം തന്നെ ഒരുവിധം ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നമുക്ക് സ്പൂൺ കൊണ്ട് ഇളക്കി നോക്കാം. അതിനുശേഷം ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ കിടക്കണമെങ്കിൽ മാത്രം ഒന്ന് തിരിച്ചെടുക്കുക, അല്ലാണ്ട് ഒരുപാട് ചതച്ചിതാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചമ്മന്തി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പൊടി പൊടിയായിട്ടാണ് ഉണ്ടാവുന്നത് കേട്ടോ. ഈ രീതിയിലാണ് എടുക്കേണ്ടത്. ഈ രീതിയിൽ തയ്യാറാക്കി ഇനി നമുക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കണം, അതായത് ഒന്ന് വറുത്തെടുക്കണം. ഇത് ബീട്രൂട്ടിൻ്റെ ഒരു പച്ച ചുവ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് മാറിപ്പോകാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് വറുത്തിടാം കേട്ടോ. അതായത് കടുകും മുളകും കറിവേപ്പിലൊക്കെ കൂടി അങ്ങോട്ട് വറുത്തിട്ട് കൊടുക്കുക. പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ കടുകും മുളകും കറിവേപ്പിലൊക്കെ ഇട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിട്ടുള്ള ഈ ചമ്മന്തിയില്ലേ, ഇത് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ഒരുപാട് ഇതാക്കണ്ട, ഒരുപാട് ഇതായി കഴിഞ്ഞാൽ ഇതിലത്തെ എണ്ണ കിനിഞ്ഞ് വരും നാളികേരത്തിലത്തെ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മതി. അതായത് ആ ബീട്രൂട്ടിൻ്റെ ഒരു പച്ച മണം ഉണ്ടല്ലോ, അതൊന്ന് മാറിപ്പോകാൻ വേണ്ടി മാത്രം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അടിപൊളി ചമ്മന്തിയാണ് കേട്ടത്, വളരെ ടേസ്റ്റിയാണ്. ഇത് ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കണം. ബീട്രൂട്ട് ഇപ്പോഴൊക്കെ നല്ല ഫ്രഷായിട്ട് വരുന്ന സമയമാണ്. അപ്പോൾ കുറച്ച് മധുരമൊക്കെ ഉള്ള ബീട്രൂട്ട് തന്നെ വേണം ഇത് ഉണ്ടാക്കാം കേട്ടോ. അല്ലാണ്ട് വാടിയതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിലത്തെ മധുരമൊക്കെ പോയിട്ടിച്ചിട്ട് അതുകൊണ്ടൊന്നും ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. നല്ല ഫ്രഷ് ബീട്രൂട്ട് കൊണ്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ഇത് മാത്രം മതി ചോറ് കഴിക്കുക കേട്ടോ, വേറെ ഒരു കരടി ആവശ്യമില്ല. അപ്പോൾ അത് മാത്രമല്ല, ബീട്രൂട്ടൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇതിങ്ങനെ ആക്കിയിട്ട് ചോറിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ എപ്പോഴും ഇതുണ്ടാക്കും കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചമ്മന്തി ഇതിവിടെ തയ്യാറായി കേട്ടോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം, എന്നാലോ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് കൊണ്ട് പല നമ്മൾ ഉപ്പേരി ഉണ്ടാക്കും, അതുപോലെ പച്ചടി ഉണ്ടാക്കും, അങ്ങനെയൊക്കെ ഉണ്ടാക്കും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബീട്രൂട്ട് കൊണ്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ അത്. അപ്പോൾ ഈ ചമ്മന്തിക്ക് ഉണ്ടല്ലോ വെറും ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് അല്ല, നല്ല ചെറിയ ഉള്ളിയും കൂടി ചേർക്കുന്നത് കൊണ്ടും നാളികേരും ചെറിയ ഉള്ളിയും പച്ചമുളകും അതുപോലെ ഒരു ലേശം പുളിയൊക്കെ ചേർക്കുന്നത്, ഒരു ചെറിയ പുളി, ഒരു മധുരം, നമ്മുടെ ചെറിയ ഉള്ളിയുടെ ഒരു ടേസ്റ്റ്, നാളികേരത്തിൻ്റെ ഒരു ടേസ്റ്റ്, എല്ലാം കൂടി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കും. അപ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള ബീട്രൂട്ട് ചമ്മന്തി ഇതാ ഇവിടെ തയ്യാറായി കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും വീണ്ടും നന്ദി, നമസ്കാരം.